Dear students, in the polynomials, exercise 2.2 ആണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ 2x² മൈനസ് 8x പ്ലസ് 6. അപ്പൊ ഇങ്ങനെ ഒരു പോളിനോമിയൽ നമുക്ക് ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ സീറോസ് എന്താണ് മൈനസ് b/a. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാക്ടറൈസ് ചെയ്യും, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് ഇതിന്റെ സീറോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോ ഇവിടെ നമുക്ക് സമ്മ് -8 കിട്ടണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടേണ്ടത്? 6 × ഇവിടെ എന്തെങ്കിലും നമുക്ക് നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 2 12. അപ്പൊ പ്രോഡക്റ്റ് നമുക്ക് 12 ആണ് കിട്ടേണ്ടത്. സമ്മ് -8. ഇവിടെ എപ്പോഴും പോസിറ്റീവ് സൈൻ ആണെങ്കിൽ രണ്ട് നമ്പറിനും സെയിം സൈൻ ആയിരിക്കും. മിഡിൽ ടേം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് നമ്പറും സെയിം സൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -8 കിട്ടണം. അപ്പൊ നമുക്ക് 6ഉം 2ഉം തന്നെ എടുക്കാം. 6ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 8 ആണ്. 6ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? 2x² മൈനസ് 6x മൈനസ് 2x. -6x -2x എന്തായി? -8x ആയി പ്ലസ് 6. ഇനി ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് 2x ഉണ്ട്. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇവിടെ x. അപ്പൊ ഇവിടെ എത്രയാണ് ബാക്കി ഉണ്ടാവുക? 3. ഇവിടെ നമ്മൾ -2 പുറത്തേക്ക് എടുത്തു. അപ്പൊ x -3. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് രണ്ടും ഒരേപോലെയാണ് കിട്ടേണ്ടത്. 2x - 2 x -3. അപ്പൊ നമ്മൾ എങ്ങനെയാ സീറോസ് കണ്ടുപിടിക്കുക? 2x - 2 ഈക്വൽ ടു 0, 2x is equal to 2, x is equal to 2/2, 1 കിട്ടി. അതുപോലെ x - 3 ഈക്വൽ ടു 0, x is equal to 3. അപ്പൊ നമ്മുടെ രണ്ട് സീറോസ് ഇവിടെ എന്തൊക്കെയാണ്? 1ഉം 3ഉം. ഇവിടെ നമ്മൾ സീറോസിനെ ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയും. അപ്പൊ ആൽഫ രണ്ട് സീറോസ് ഉണ്ട് ഇതിൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് ഇതിന് രണ്ട് സീറോസ് ഉണ്ട്. ആദ്യത്തെ സീറോ എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു 1, രണ്ടാമത്തെ സീറോ ബീറ്റ ഈക്വൽ ടു 3. രണ്ട് സീറോ ആയിട്ടാണ് ഉള്ളത്. നമുക്കിപ്പോ ഇനി ഇതില് നമുക്ക് റിലേഷൻഷിപ്പ് സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സീറോസിനെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ആൽഫ പ്ലസ് ബീറ്റ, സം ഓഫ് സീറോസ് ഇവിടെ എത്രയാണ് വരിക? 1 + 3 ഈക്വൽ ടു 4 ആണ് കിട്ടുന്നത്. സം ഓഫ് സീറോസ് നമുക്ക് 4 ആണ് കിട്ടുന്നത്. ഫാക്ടറൈസ് ചെയ്യാനുള്ള നമുക്കറിയാം. അപ്പൊ നമുക്ക് രണ്ട് സീറോസ് കിട്ടി. ആൽഫ എന്ന് പറയുന്നത് 1ഉം ബീറ്റ 3ഉം. സം ഓഫ് സീറോസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 4. അതായത് 1 + 3 ഈക്വൽ ടു 4. ഈ 4 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ -8 -8/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 4. അതായത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². അതാണ് എന്ത്? -b/a. അത് തന്നെയാണ് നമുക്ക് ഇവിടെ സം ഓഫ് സീറോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത്, അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². മൈനസ് സൈൻ ഇടുക. കോഎഫിഷ്യന്റ് ഓഫ് x എന്താണ്? ഇവിടെ -8 ആണ്. ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? -8 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമുക്ക് രണ്ടും സെയിം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ, അതായത് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് രണ്ട് സീറോസ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ് -b/a. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/a ആണ്. അത് രണ്ടും ഓർമ്മിക്കുക. അതായത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ഇനി നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് രണ്ട് സീറോസ് ഇവിടെ ആൽഫയും ബീറ്റയും 1ഉം 3ഉം ആണ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ 1 × 3 ആണ് വരുന്നത്. 3 ഇതെന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². കോൺസ്റ്റന്റ് ടേം എന്താണ് അവിടെ? 6/2 ഈക്വൽ ടു 3. അതായത് ഇത് എന്ന് പറയുന്നത് c/a.
അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് C/Aയും സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -B/Aയും ആണ്. അത് പഠിച്ചു വെക്കണം. അപ്പോൾ രണ്ട് സീറോസ് ഉണ്ടാവും ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ, രണ്ട് സീറോസ് ഉണ്ടാവും സം ഓഫ് സീറോസ്, അതായത് ആൽഫ പ്ലസ് ബീറ്റ. സീറോസ് നമ്മൾ ആൽഫയും ബീറ്റയായിട്ട് എടുക്കുകയാണെങ്കിൽ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ഇല്ലെങ്കിൽ ഓർമ്മിക്കുക -B/A. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് AX² + BX + C ആണ്. അപ്പൊ -B/A ആണ് സം ഓഫ് സീറോസ്. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/A, കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ അതില് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം എക്സസൈസിലുള്ളത്. അപ്പോൾ ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ജനറൽ ഫോം എന്താണ്, AX + B. അതിൽ ഒരു സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സീറോ എന്ന് പറയുന്നത് x = -B/A ആണ്. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ നമുക്കറിയാം രണ്ട് സീറോസ് ഉണ്ട്. അപ്പോ ഇവിടെ നമ്മൾ സം ഓഫ് സീറോസ് ഈക്വൽ ടു, അതായത് ഇതിൽ ഓർമ്മിക്കേണ്ടത് ആൽഫ ആൻഡ് ബീറ്റയാണ് സീറോസ് ആയിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ, അത് എന്ന് പറയുന്നത് -B/A ആണ്. അതായത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ആ ഫോർമുല ഓർത്ത് വെക്കുക. അതായത് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -B/A. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ, അത് C/A ആണ്. കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ ഇത്രയും കാര്യം ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് 2.2. അപ്പൊ അതുപോലെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ രണ്ട് സീറോസ് ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയലിൽ 3 സീറോസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, അത് -B/A വരും. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്, അതായത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -B/A. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈക്വൽ ടു C/A. പിന്നെ 3 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് -D/A. അപ്പൊ ഇതിൽ ഓർമ്മിക്കേണ്ടത് ഇങ്ങനെയാണ്. ലീനിയർ പോളിനോമിയലിലാണെങ്കിൽ -B/A, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സം ഓഫ് സീറോസ് -B/A, പ്രോഡക്റ്റ് ഓഫ് സീറോസ് C/A. ഇത്രയും വരും ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ആദ്യത്തെ ലീനിയർ പോളിനോമിയൽ, രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, മൂന്നാമത്തത് ക്യൂബിക് പോളിനോമിയൽ -B/A, C/A, -D/A. അങ്ങനെ ഓർക്കുക. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസില് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് quadratic polynomials and verify the relation between the zeros and the coefficient. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² - 2x - 8. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണം. സീറോസ് കണ്ടുപിടിച്ചതിന് ശേഷം വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ നമ്മൾ സീറോസ് കാണാൻ വേണ്ടിയിട്ട് 9th നമ്മൾ പഠിച്ചതാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, അതായത് ഫാക്ടറൈസ് ചെയ്തിട്ടാണ് അതിന്റെ സീറോസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടേണ്ടത് എത്രയാണ്, -8. സം എന്ന് പറയുന്നത് നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സം -2 കിട്ടണം. സം -2ഉം പ്രോഡക്റ്റ് -8ഉം ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് 8ന്റെ ഫാക്ടേഴ്സ് നോക്കാം. ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു നമ്പർ പോസിറ്റീവ്, നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആയിരിക്കും. അത് വലിയ നമ്പർ ആണോ ചെറിയ നമ്പർ ആണോ തീരുമാനിക്കുന്നത് ഇവിടെയുള്ള സൈന് നെഗറ്റീവ് ആണെങ്കിൽ വലിയ നമ്പറിന് നെഗറ്റീവ് കൊടുക്കുക. ഇപ്പൊ 8ന്റെ ഫാക്ടേഴ്സ് 8 × 1, 8 ന്ന് 1 പോയാൽ 7 വരുള്ളൂ, അത് കിട്ടൂല. അടുത്തത് 2 × 4. 2 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. അതില് -4 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് -2 കിട്ടും അല്ലെ ഇവിടെ. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. x² - 4x + 2x - 8 ഫാക്ടറൈസ് ചെയ്യാൻ നല്ലതുപോലെ അറിയണം. സീറോസ് കണ്ടുപിടിക്കുക, അങ്ങനെയാണ് നമ്മൾ ഇതിൽ സീറോസ് കണ്ടുപിടിക്കുക. അപ്പോൾ
ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, എക്സ് മൈനസ് 4. ഇവിടെ +2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, എക്സ് മൈനസ് 4. അപ്പൊ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എക്സ് മൈനസ് 4 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പൊ നമ്മൾ ഒരു 0 കിട്ടി. അതുപോലെ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -2. അടുത്ത 0. അപ്പൊ 2 0 നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്താണ് കാണേണ്ടത്? വെരിഫൈ ചെയ്യണം. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 പ്ലസ് -2 ആണ്. അപ്പൊ 4 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഇത് -2 ഡിവൈഡ് ബൈ 1 ആണ് എന്ത് 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. മൈനസ് ഓഫ് -2 by coefficient of x square, minus of coefficient of x divided by coefficient of x square ആണ് കിട്ടുന്നത്. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് വരിക? 4 ഇൻറ്റു -2. 4 ഇൻറ്റു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8. അതായത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. കോൺസ്റ്റന്റ് ടേം C/A, കോൺസ്റ്റന്റ് ടേം -8 ആണ്. അത് ഈക്വൽ അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, C/A. ഇവിടെയാണെങ്കിൽ -B/A ആണ് കിട്ടിയിട്ടുള്ളത്, ഇതിൽ C/A. ഇങ്ങനെ വെരിഫൈ ചെയ്തിട്ട് കാണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 4s² - 4s + 1. അപ്പൊ ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടേണ്ടത് 4 ആണ്. 1 × 4 എന്ന് പറയുന്നത് 4. ഇവിടെ സം കിട്ടേണ്ടത് -4 ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4s² -2s - 2s. അപ്പോൾ -2 × -2 +4 ആയി. -2 -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4. അപ്പോൾ 1. ഇതിൽ 4s നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കുക? 2s കോമൺ ആയിട്ട് എടുക്കുക. 2s ഇവിടെ ബാക്കി. അപ്പോൾ 2s - 1. ഇവിടെ -1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 2s - 1. അപ്പം ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2s - 1, 2s - 1. അപ്പോൾ 2s - 1 ഈക്വൽ ടു 0, 2s ഈക്വൽ ടു 1, s ഇസ് ഈക്വൽ ടു 1/2. നമുക്ക് 2 സീറോസും 1/2 ആണ് കിട്ടുന്നത്. ഇനി സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ 1/2 + 1/2. 1/2 + 1/2 എന്ന് പറയുന്നത് 2/2. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1. അതായത് കോഎഫിഷ്യന്റ് that is equal to ഈ 1 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അത് -B/A ആണ്. ഇവിടെ നോക്കാം, -B എന്ന് പറയുന്നത് -4 + 4 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരുന്നത്. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1/2 × 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം 1 ആണ്. കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് C/A. അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് കാണിക്കുക. ഫാക്ടറൈസ് ചെയ്തിട്ട് 2 സീറോസ് കണ്ടുപിടിക്കുക. അതിനുശേഷം സം ഓഫ് സീറോസ് കാണുക, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് കാണുക. സം ഓഫ് സീറോസ് -B/A, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് C/A. അടുത്തത് 6x² - 3 - 7x. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് ഓർഡറിൽ എഴുതാം. 6x² - 7x - 3. അപ്പൊ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 6 × -3 -18 കിട്ടണം. സം എന്ന് പറയുന്നത് -7. അപ്പോൾ ആഡ് ചെയ്ത 2 നമ്പർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7ഉം ഇവിടെ -18. പ്രോഡക്റ്റിൽ -18 വന്നത് കൊണ്ട് തന്നെ ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവും ആയിരിക്കും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? 18 ആണ് കിട്ടേണ്ടത്. 18 9 × 2 18. 9 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7. അപ്പോൾ -9x + 2x എന്നാൽ മാത്രമേ നമുക്ക് -7x കിട്ടുള്ളൂ. -9x + 2x -3. ഇനി ഇതിൽ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് ഏത് നമ്പർ ആണുള്ളത്? 3x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ ബാക്കി 2x -3. ഇവിടെ +1 × 2x -3. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് 3x + 1 × 2x -3. ഇനി
3x plus 1 equal to 0. 3x is equal to minus 1. X is equal to minus 1 by 3. അപ്പോൾ ഒരു 0 എന്ന് പറയുന്നത് മൈനസ് 1 by 3. 2x minus 3 equal to 0. 2x is equal to 3. X is equal to 3 by 2. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് 1 by 3 പ്ലസ് 3 by 2. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, എൽസിഎം എടുക്കുക. 6 എൽസിഎം minus 2 plus 9. അപ്പോൾ എത്രയാണ് വരുന്നത്, മൈനസ് 2 പ്ലസ്, അപ്പോൾ 7 by 6. 7 by 6 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടി മൈനസ് ഓഫ് മൈനസ്, അതായത് മൈനസ് ബി ബൈ എ, മൈനസ് ഓഫ് ബി എന്ന് പറയുന്നത് മൈനസ് 7 ആണ്. അപ്പോൾ 7 by 6 എഴുതുക. മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അതായത് മൈനസ് ബി ബൈ എ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൈനസ് ബി ബൈ എ എന്ന് പറയാം. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് കിട്ടുക, മൈനസ് 1 by 3 ഇൻറ്റു 3 by 2. അതായത് മൈനസ് 3 by 6. മൈനസ് 3 by 6 സി ബൈ എ. കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതുക. അവിടെ കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് വെരിഫൈ ചെയ്തിട്ട് കാണിക്കുക. കോൺസ്റ്റന്റ് ടേം മൈനസ് 3 ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എത്രയാണ്, 6. മൈനസ് 3 by 6. 4u സ്ക്വയർ പ്ലസ് 8u. അപ്പൊ ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4u കോമൺ ആയിട്ട് എടുക്കുക. u പ്ലസ് 2. അപ്പോൾ 4u, അതായത് ഇവിടെ u ഈക്വൽ ടു 0, ഒരു 0 എന്ന് പറയുന്നത് ആയിട്ട് കിട്ടി നമുക്ക്. അതുപോലെ u പ്ലസ് 2 ഈക്വൽ ടു 0, u ഈക്വൽ ടു മൈനസ് 2. അപ്പൊ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് അവിടെ ഈക്വൽ ടു 0 പ്ലസ് 2 2. 2 എന്ന് പറയുന്നത് നമുക്ക് അതായത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം 8 by 4 u മൈനസ് 2 ആണ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് അപ്പോൾ മൈനസ് 2 ആണ്. 0 മൈനസ് 2. അപ്പോൾ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, അതായത് മൈനസ് 8 by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2 ബി ബൈ എ കിട്ടി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് അവിടെ 0 ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. നമുക്ക് കോൺസ്റ്റന്റ് ടേം ഇല്ല. അപ്പോൾ സി ബൈ എ. സം ഓഫ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അതുപോലെ എഴുതുക. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്വയർ മൈനസ് 15. ഇതിപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതായത് ടി സ്ക്വയർ മൈനസ് ഇതിനെ എന്ത് ചെയ്യുക, റൂട്ട് 15 സ്ക്വയർ എന്ന് എഴുതുക. റൂട്ട് 15 സ്ക്വയർ എന്ന് എഴുതിയാൽ മാത്രം, അതായത് റൂട്ട് 15ന്റെ സ്ക്വയർ ആണ് 15. അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ടി പ്ലസ് റൂട്ട് 15 ഈക്വൽ ടു 0, ടി ഈക്വൽ ടു മൈനസ് റൂട്ട് 15. അതുപോലെ ടി മൈനസ് റൂട്ട് 15 ഈക്വൽ ടു 0, ടി ഈക്വൽ ടു റൂട്ട് 15 എന്ന് കിട്ടും. ഇനി സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് റൂട്ട് 15 പ്ലസ് റൂട്ട് 15 എന്തായി, 0 ആയി. അതായത് അവിടെ നമുക്ക് ഇല്ല മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇല്ല. ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ തന്നെയാണ് വരുന്നത്. അതായത് മൈനസ് ബി ബൈ എ. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് റൂട്ട് 15 ഇൻറ്റു റൂട്ട് 15 എത്രയാണ് വരിക, മൈനസ് 15. അതായത് കോൺസ്റ്റന്റ് ടേം എന്താണ് അവിടെ, മൈനസ് 15. കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അതുപോലെ എഴുതുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൽ. 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 എന്നാണുള്ളത്. അപ്പൊ പ്രോഡക്റ്റ്, ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്, മൈനസ് 4 ഇൻറ്റു 3 ഈക്വൽ ടു മൈനസ് 12. സം എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പൊ ഇത് തന്നെ നമുക്ക് എടുത്താൽ കിട്ടും. മൈനസ് 4ഉം മൈനസ് 3യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക, മൈനസ് 1. അപ്പൊ 3x സ്ക്വയർ മൈനസ് 4x
മൈനസ് 4x പ്ലസ് 3x മൈനസ് 4. അപ്പൊ നോക്കുക കറക്റ്റ് ആവുന്നുണ്ടോ. ഇനി ഇതിൽ നമുക്ക് എക്സ് മാത്രമേ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3x മൈനസ് 4 വരും. ഇവിടെ പ്ലസ് 1 ഇൻറ്റു 3x മൈനസ് 4. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എക്സ് പ്ലസ് 1 ഇൻറ്റു 3x മൈനസ് 4 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1, 3x മൈനസ് 4 ഈക്വൽ ടു 0, 3x ഇസ് ഈക്വൽ ടു 4, എക്സ് ഇസ് ഈക്വൽ ടു 4/3. ഇനി സം ഓഫ് സീറോസ് എല്ലാം നമ്മള് ഫാക്ടറൈസ് ചെയ്യാൻ അറിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എളുപ്പമാണ്. -1 പ്ലസ് 4/3, -1 പ്ലസ് 4/3 എന്ന് പറഞ്ഞാൽ -3 പ്ലസ് 4/3, അതായത് 1/3, 1/3. -1/3. അപ്പോൾ -1/3 എന്ന് പറയുമ്പോൾ പ്ലസ് 1/3 ആണ് കിട്ടിയിട്ടുള്ളത്. മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ 1/3, അതായത് -b/a ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾ സീറോസ് കണ്ടുപിടിച്ചത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടും. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ -1 ഇൻറ്റു 4/3, അതായത് -4/3. -4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ, കറക്റ്റ് ആയിട്ട് വന്നു. കോൺസ്റ്റന്റ് ടേം എന്താണ്? -4. കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് c/a. ഇങ്ങനെ വെരിഫൈ ചെയ്തിട്ട് കാണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് വിൽ ദ ഗിവൺ നമ്പേഴ്സ് സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ് റെസ്പെക്റ്റീവ്. സമ്മും പ്രൊഡക്റ്റ് ഓഫ് സീറോസും നമുക്ക് തന്നിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ട് അതിന്റെ സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും തന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു ഇക്വേഷൻ, അതായത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടും. ഇവിടെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1/4 ആണ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് -1 ആണ്. അപ്പൊ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. അപ്പൊ ഇതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4x² മൈനസ് എക്സ് മൈനസ് 4 ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോർമുല ഓർമ്മിക്കുക. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്, അതായത് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനുള്ള ഫോർമുലയാണ്. ഇനി അടുത്തത് അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ √2 1/3 ആണ്. ഇത് സം ഓഫ് സീറോസ് √2, പ്രോഡക്റ്റ് ഓഫ് സീറോസ് 1/3. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് √2 ഇൻറ്റു എക്സ് പ്ലസ് 1/3. അപ്പൊ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 3x² മൈനസ് 3√2 വരും ഇവിടെ. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്, അതിനെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. 3√2x പ്ലസ് 1. അടുത്തത് തേർഡ് വൺ 0√5 ആണുള്ളത്. 0√5 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് x² മൈനസ് 0x പ്ലസ് √5. അപ്പൊ x² പ്ലസ് √5 വരും. ഇനി നാലാമത്തത് 1ഉം 1ഉം ആണുള്ളത്. അപ്പോൾ നമുക്ക് x² മൈനസ് എക്സ് പ്ലസ് 1. അഞ്ചാമത്തത് -1/4 4 ആണ്. അപ്പോൾ ഇവിടെ x² മൈനസ് -1/4 ഇൻറ്റു എക്സ് പ്ലസ് 1/4. അപ്പോൾ ഇത് 4x² പ്ലസ് എക്സ് പ്ലസ് 1 ആവും. അവിടെ -1/4 ആണ് എന്തുള്ളത്? സം ഓഫ് സീറോസ് ഉള്ളത്. അടുത്തത് 4ഉം 1ഉം ആണ്. 4ഉം 1ഉം ആവുമ്പോൾ ആറാമത്തത് 4 1. ഇപ്പൊ x² മൈനസ് 4x പ്ലസ് 1 എങ്ങനെയുണ്ട്? ആ എക്സസൈസ് കഴിഞ്ഞു. അത് ക്ലാസ് 3ലും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ്